ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യാസ് ജോലിക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും നൂഡിൽസ് ഇഷ്ടമല്ലേ? പ്രത്യേകിച്ച് മാഗി, യിപ്പി. പക്ഷെ ഇതെല്ലാം തന്നെ ഫുൾ ഓൺ മൈദ പ്രൊഡക്ട്സ് ആണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് മില്ലറ്റ് നൂഡിൽസ് ട്രൈ ചെയ്ത് നോക്കാൻ പാടില്ലാത്തത്? അപ്പോ ഞാൻ ഒരു ചെറിയൊരു പാക്കറ്റ് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ഞാൻ ശ്രീ ലക്ഷ്മി അമ്മാസിന്റെ നൂഡിൽസ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച. അപ്പൊ ഈ മൊത്തം ബോക്സ് 285 രൂപയ്ക്കാണ് മേടിച്ചത്. ഇത് ഫുൾ മില്ലറ്റ് നൂഡിൽസിന്റെ വെറൈറ്റീസ് ആണ്. നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഇതില് മൊത്തം 1, 2, 3, 4, 5 ടൈപ്സ് ഓഫ് നൂഡിൽസ് ഉണ്ട്. ഫസ്റ്റ് വൺ അമ്മ സംബ ഗോതമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംബ വീറ്റിന്റെ നൂഡിൽസ് ആണ്. ഓക്കെ, ഇത് ഒരു ടൈപ്പ് ആയോ? ഇതിൽ എഴുതിയിട്ടുണ്ട് ക്ലിയർ ആയിട്ട് എല്ലാം പാക്കറ്റിൽ എഴുതി വെക്കാനൊക്കെ നോ പ്രിസർവേറ്റീവ്സ് ആഡഡ്, നോ മൈദ ആഡഡ്, ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ്, റിച്ച് ഇൻ ഫൈബർ, നോ കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, അടുത്തത് റെഡ് റൈസ് നൂഡിൽസ് ആണ്. കണ്ടോ, റെഡ് റൈസ് നൂഡിൽസ്. ഇതിലും അതേ സംഭവങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് ലിറ്റിൽ മില്ലറ്റ് നൂഡിൽസ്. ലിറ്റിൽ മില്ലറ്റ് എന്ന് പറയുന്നത് തമിഴിലാണ് എനിക്ക് പേരല്ലോ കേട്ടോ. ഇതിന് സാമയെന്ന് പറയും. മലയാളത്തിൽ എനിക്ക് അത്രയും ക്ലിയർ ആയിട്ട് അറിയില്ല. ഓക്കെ, ഇംഗ്ലീഷിൽ ലിറ്റിൽ മില്ലറ്റ് നൂഡിൽസ് ആണ്. ഇത് ബാർനിയാഡ് മില്ലറ്റ്, കുതിരവാലി എന്നാണ് തമിഴിൽ പറയുന്നത്. മലയാളം വേർഡ് എനിക്ക് അത്രയും ഷുവർ അല്ല കേട്ടോ. ഓക്കെ, ഇതിലും അതേ സെയിം സംഭവങ്ങൾ തന്നെയാണ്, നോ പ്രിസർവേറ്റീവ്സ് ആഡഡ്. പിന്നെ ഈ എല്ലാ പാക്കറ്റ്സിലും നൂഡിൽസിന്റെ മസാല ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇത് കോഡോ മില്ലറ്റ്, തമിഴിൽ വറഗ് എന്ന് പറയും. ഇത് ഇംഗ്ലീഷിൽ കോഡോ മില്ലറ്റ് നൂഡിൽസ് ആണ്. ഇതിന്റെ പാക്കറ്റ്, എല്ലാ പാക്കറ്റും ഇതുപോലെ തന്നെ ഈ സൈഡിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നൂഡിൽസ് കാണാൻ പറ്റും. പിന്നെ ഇതിലും മസാല പാക്കറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇതിന് ന്യൂട്രീഷണൽ ഫാക്ട്സ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, വില, ബാച്ച് നമ്പർ എല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് എവിടെയാണ് ഉണ്ടാക്കണേന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇത്രയും പ്രോഡക്ട്സ് ഒരുമിച്ച് മേടിച്ചുകൊണ്ട് അവർ നമുക്കൊരു താങ്ക് യു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈം മേടിച്ച നൂഡിൽസ് ഇതായിരുന്നു കേട്ടോ, കോഡോ മില്ലറ്റ് നൂഡിൽസുമാണ് മേടിച്ചത്. അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. 5 എണ്ണം കൂടി ഞാൻ ഒരുമിച്ച് മേടിച്ചുകൊണ്ട് എനിക്ക് 285 രൂപയ്ക്കാണ് ഈ നൂഡിൽസിന്റെ പാക്കേജിൽ കിട്ടിയത്. ഇത് ഒരു പാക്കറ്റ് മാത്രമായിട്ട് മേടിക്കുവാണെങ്കിൽ 57 രൂപയാണ്. അപ്പോൾ നമുക്ക് ഏത് നൂഡിൽസ് എടുക്കാം? നമുക്ക് ഇങ്കി പിങ്കി പോങ്കി, ഫാദർ ഹാസ് എ ഡോങ്കി, ഡോങ്കി ഡൈസ്, ഫാദർ പ്രൈസ്, ഇങ്കി പിങ്കി പോങ്കി. നമുക്ക് ബാർനിയാഡ് മില്ലറ്റ് നൂഡിൽസ് ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ട് എഴുതി തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വീറ്റ് ഫ്ലോർ, ബാർനിയാഡ് മില്ലറ്റ് ഫ്ലോർ ആൻഡ് സോൾട്ട്. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. എനിക്ക് തോന്നുന്നു വീറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞ സംഭവം എല്ലാ നൂഡിൽസിലും ബേസ് അതാണ്. മൈദയ്ക്ക് പകരം ഉള്ള ബേസിക് പ്രോഡക്റ്റ് ആണ് വീറ്റ് ഫ്ലോർ. പിന്നെ ഈ മില്ലറ്റിൻ്റെ മാത്രം ഓരോ ഇതിൻ്റെ മാറിക്കൊണ്ടിരിക്കും. ചില ടേസ്റ്റ് ബ്ലെൻഡർ, നമ്മൾ മസാല എടുക്കുന്നില്ല, അതിന് ഇടുന്ന സാധനങ്ങളാണ് ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത്. സോൾട്ട്, ക്ലോവ്, കോറിയാൻഡർ, കുമിൻ, സിന്നമൺ, ജിഞ്ചർ, പെപ്പർ, ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ, ടൊമാറ്റോ പൗഡർ ആൻഡ് നൂഡിൽസ് പൗഡർ. ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. ഇതിലൊരു വെള്ളം വറ്റി കളയരുതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ ലാസ്റ്റ് ടൈം വെള്ളം നല്ലപോലെ വറ്റിച്ച് കളഞ്ഞപ്പോൾ ഇതിൽ മൈദ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിരുന്നു നൂഡിൽസ് കഴിക്കാനായിട്ട്. ഉപ്മാ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വെള്ളം അത്രയും വറ്റിച്ച് കളയുന്നില്ല. കുറച്ച് സൂപ്പ് നൂഡിൽസ് പോലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വരും, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു വലിയൊരു പാനാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ 600 ml വാട്ടർ കണക്ക് നോക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അളവിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനിതിൽ വെജിറ്റബിൾസ് ഒന്നും ഇടുന്നില്ല. കാരണം വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർ ആരും കഴിക്കൂല. അതുകൊണ്ട് ഞാൻ പ്ലെയിൻ നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ അളന്ന് വെച്ചിരിക്കുന്ന 600 ml വാട്ടർ അതിലേക്ക് ഇടുക. അപ്പോൾ വെള്ളം തിളച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതിൽ നൂഡിൽസിൻ്റെ കൂടെ വന്നിരിക്കുന്ന മസാലയും അതിനകത്ത് ഇടുവാണ് ഒരുമിച്ച്. അപ്പോൾ അതിൻ്റെ മസാല പാക്കറ്റ് കാണിച്ചു തരുന്നത് ഞാൻ. ഇങ്ങനെയാണ് ഇരിക്കുന്നത് മസാല പാക്കറ്റ്, പ്ലെയിൻ ആണ്. ഓക്കെ, സെയിം മസാല പാക്കറ്റ് പോലെ തന്നെ ഇങ്ങനെ കഴിച്ചു നോക്കുമ്പോഴാണല്ലോ വ്യത്യാസം ഉണ്ടോന്ന്. അപ്പോൾ ഇതിലേക്ക് നൂഡിൽസ് ഇടുക. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് ബ്ലെൻഡർ ഇടുവാണ്.
നൂഡിൽസ് ഞാൻ പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഹസ്ബൻഡിന് കഴിക്കാൻ കൊടുക്കുവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്, നല്ല എരിവുണ്ട്. കൊച്ചുപിള്ളേർ കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം സാധാരണ നമ്മൾ മാഗി നൂഡിൽസ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എരിവില്ലേ, അതിനേക്കാൾ കുറച്ചുകൂടെ എരിവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എരിവ് എന്ന് പറഞ്ഞാൽ കുരുമുളകിന്റെ ഒക്കെ ഒരു കുത്തലല്ലേ, കഴിച്ചു കഴിഞ്ഞിട്ട് വരുന്ന ഒരു പോച്ചില്ല, ആ പോച്ചിലുണ്ട്. അപ്പൊ കുരുമുളകാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ്. മാഗി മസാല ആയിട്ട് സാമാന്യം ഉണ്ടോ അല്ല ഡിഫറെന്റ് ആണോ? മാഗി മസാല പോലെയല്ല, പക്ഷെ നല്ല മസാലയാണ്. കുട്ടികൾക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ കുറച്ച് മസാല കുറച്ചിട്ടാലും മതി, നല്ലതാണ്. അപ്പോൾ എല്ലാവരും വീട്ടില് ഈ മില്ലറ്റ് നൂഡിൽസ് മേടിക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഹെൽത്തി ഓപ്ഷനാണ്. പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും, സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മൾ മൈദ കൂടുതൽ കൊടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ബൈ.